വെൽക്കം ബാക്ക് ടു എജിപ്പോൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസാണ്. സോ നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും എന്നാണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ? ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? സോ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോർഷൻസിന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ട് പോയി കാണാം കേട്ടോ. അത്രയും ലെസൺസ് നിങ്ങൾ പഠിച്ചാൽ മതി. അതിനകത്ത് നിന്ന് ചില ലെസൺസ് വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഉറപ്പായിട്ട് പോയി കാണാം കേട്ടോ. യെസ്. അപ്പം മക്കളെ, നിങ്ങളെ സംബന്ധിച്ച് ഈ വർഷം അല്ലേ, ഇപ്പം നിങ്ങൾ പുതിയൊരു എന്താ പറയുക ഗ്രേഡിലേക്ക് അല്ലേ, ക്ലാസ് 8ലേക്ക് എത്തി, പുതിയ സെക്ഷനിലേക്ക് എത്തി, ഹൈസ്കൂൾ സെക്ഷനിലേക്ക് എത്തി. അപ്പം മൊത്തത്തിലെ വ്യത്യാസമാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെയാണ് അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെയാണ് ഈ വർഷം വരുന്നത് കേട്ടോ. എടാ, സ്കൂൾ ചോദ്യ പേപ്പറുകൾ മാറുന്നു. കണ്ട ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കിയ ചോദ്യ പേപ്പറുകൾ മാറുന്നു. കാണാപ്പാഠമല്ല, മനസ്സിലാക്കി എഴുതണം. ഓർമ്മ പരിശോധനയാകില്ല പരീക്ഷ, ചിന്തിച്ചെഴുതണം. ഓണപ്പരീക്ഷ മുതൽ പുതിയ രീതി. ഓണപ്പരീക്ഷ മുതൽ പുതിയ രീതിയിലാണ് മക്കളെ നിങ്ങളുടെ ചോദ്യ പേപ്പറുകൾ വരാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ചിലപ്പോൾ എന്തിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഏകദേശം നോക്കിയിട്ടുണ്ടാവും. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലല്ല എൻ്റെ കുട്ടിക്ക് ഇപ്രാവശ്യം വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടെ ഒരു ലെവൽ കൂടിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഈ വർഷം വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളുണ്ടല്ലോ, ഇത് ഇംഗ്ലീഷ് ലാസ്റ്റിലേക്ക് പഠിക്കാം, പിന്നത്തേക്ക് പഠിക്കാം എന്ന് വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, തലേന്ന് പഠിക്കാമെന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പണിയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടി നിൽക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ മക്കളെ. അപ്പം അതിനുള്ള ഹെൽപ്പൊക്കെ നമ്മുടെ എജിപോർട്ട്, നമ്മുടെ ലൈവുകളും വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഹെൽപ്പ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എജിപോർട്ടിൻ്റെ ഓണം സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമന്റ് ബോക്സിൽ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ആ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എജിപോർട്ടിൽ നടക്കുന്ന കംപ്ലീറ്റ് നോട്ട്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ള കുറേ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതാണ്. സോ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ വരുന്ന അടിമുടി മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് മക്കളെ, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്ന ഒരു പാസേജ് കോംപ്രഹെൻഷൻ ആണ്. എന്താണ് ഈ പാസേജ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റോറി, അതായത് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വാക്ക് വിത്ത് ഗ്രാനി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ആയിരിക്കാം. വാക്ക് വിത്ത് ഗ്രാനിക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത് കേട്ടോ. സോ അതിൻ്റെ അകത്തൊരു പാരഗ്രാഫ്, ആ സ്റ്റോറി എന്നുള്ളൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് എത്രയാണ്, 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എഴുതേണ്ടി വരിക. അതിനകത്ത് 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് 1-2 സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഒരു MCQ. എന്താ ഈ MCQ എന്ന് പറഞ്ഞാൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ്റെ താഴെ ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ A ആണെങ്കിൽ, ഇപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിൽ 4A അല്ലേ, എന്നിട്ട് ആ ആൻസർ എഴുതി വെക്കുക. ഇനിയിപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ ഒരു MCQ ആണെന്നുണ്ടെങ്കിൽ 5C അല്ലേ. അപ്പം നമ്മൾ മെൻറ്റിയൊക്കെ കളിക്കുന്ന സമയത്ത് ചെയ്യാറില്ലേ, അതേപോലെ ഇങ്ങനത്തെ 4 ഓപ്ഷൻസ് ഉള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ MCQ എന്ന് വെച്ചാൽ എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക കേട്ടോ. അത് നോക്കി വെക്കാം. അടുത്തത് മക്കളെ, ഇതേപോലെ തന്നെ ഒരു പോയം കോംപ്രഹെൻഷൻ ആണ്. എന്താ പോയം കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിത, ഇപ്പം നമ്മുടെ കവിത അല്ലെങ്കിൽ എക്സ്ട്രാക്ട് കേട്ടോ. നമ്മുടെ 7 Ages of Man എന്ന് പറഞ്ഞാൽ ഒരു കവിത അല്ലാതെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്. എന്ന് വെച്ചാൽ അല്ലേ, ആ ഒരു നാടകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ ഡ്രാമേൻ്റെ അകത്ത് നിന്നുള്ളൊരു ഭാഗമാണ്. സോ അങ്ങനെ ഒരു എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിത, ഈ കവിതേൻ്റെ അകത്ത് എന്ത് ചെയ്യാണ് നിങ്ങൾക്ക്, അതിനെ ബേസ് ചെയ്തിട്ട് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി കഴിയും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് 1 സെൻറ്റൻസിൽ, അതായത് ഒരു സെൻറ്റൻസിലോ അല്ലെങ്കിൽ 1-2 സെൻറ്റൻസിലോ അല്ലെങ്കിൽ 1 വേർഡിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ പോയറ്റിക് ഡിവൈസസ്, കുട്ടികൾ നമ്മൾ ഏതെങ്കിലും പോയറ്റിക് ഡിവൈസ് പ്രത്യേകമായിട്ട്, സിമിലി അല്ലേ, ആ കുട്ടി പോകുന്നതിനല്ലേ ലൈക്ക് എ സ്നെയിൽ എന്ന് പറയുന്നില്ലേ. സോ ആ സിമിലി ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചോ. സിമിലി, മെറ്റഫർ, എല്ലിട്രേഷൻ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണെങ്കിൽ അത് ചിലപ്പം അവിടെ പോയറ്റിക് ഡിവൈസസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഒരു MCQ, മിസ് നേരത്തെ പറഞ്ഞില്ലേ ABCD എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് പോയം
പോയം അപ്രിസിയേഷൻ. അപ്പൊ ഇതെല്ലാവരും ചോദിക്കാറുണ്ട്, മിസ്സേ ഞങ്ങൾക്ക് അപ്രിസിയേഷൻ ചോദിക്കുമെന്ന്. ഇവിടെ അവർ നേരിട്ടിട്ട് നിങ്ങളടുത്ത് അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി പറയില്ല. പക്ഷെ പകരം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പോയമിൻ്റെ അകത്തുള്ള ഒരു 4 തൊട്ട് ഒരു 4 to 5 ലൈൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. എന്നിട്ട് അതിന് താഴെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, കുറച്ച് ഹിൻസ് ഉണ്ടാവും, കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് പറയും ഈ ലൈൻസ് വായിച്ചിട്ട് അല്ല യൂസിങ് ദാറ്റ് ഹിൻസ് അല്ല യൂസിങ് ദോസ് ഹിൻസ്, ആ ഹിൻസും അതായത് ആ കവിതയും വായിക്കണം, ഈ ഹിൻസും വായിക്കണം, എന്നിട്ടൊരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറയും. ആ പാരഗ്രാഫ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക കേട്ടോ. എത്ര മാർക്കാണ്? 4 മാർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഇത് നിങ്ങൾ മറക്കണ്ട, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 4 മാർക്ക് കിട്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടല്ല വരിക, പക്ഷെ എന്താണ് ഒരു കവിതയിലെ ഒരു കുറച്ച് ലൈൻസ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഹിൻസ്, കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് എഴുതി വെക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഒരു ഹാഫ് പേജ്, ഒരു പകുതി പേജ് അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ പേജൊക്കെ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുക കേട്ടോ. യെസ്. ഇനി അതേപോലെ തന്നെ ഒരു പാസേജ് കോംപ്രഹെൻഷൻ. അപ്പോൾ ചോദിക്കും, മിസ്സേ ഞങ്ങൾ ഓൾറെഡി ഒരു പാസേജ് കോംപ്രഹെൻഷൻ ഫസ്റ്റിൽ കണ്ടല്ലോ, ഇതും ഒരു പാസേജ് കോംപ്രഹെൻഷൻ ഉണ്ട്. പക്ഷേ ഈ പാസേജ് കോംപ്രഹെൻഷൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതായിരിക്കില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാത്ത, നിങ്ങളിപ്പോൾ 7th ചെയ്തിട്ടില്ലടാ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റോറി തരും, എൻ്റെ ആ സ്റ്റോറീനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് 3 or 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ 4 മാർക്കിനായിരിക്കും, അല്ലെങ്കിൽ 3 മാർക്ക്. 3 മാർക്കാണ് കാണുന്നത്. 3 to 4 മാർക്സിന് ക്വസ്റ്റ്യൻസ് കാണാം. അതിനകത്ത് 1 സെന്റൻസ് ടൈപ്പ്, അതായത് നിങ്ങൾ ഒരു സെന്റൻസിൽ എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. അതേപോലെ തന്നെ മിസ് നേരത്തെ പറഞ്ഞില്ലേ MCQ എന്ന് പറഞ്ഞില്ലേ, ഈ MCQ, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ABCD മാത്രല്ല, PSC മോഡൽ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇല്ലേ, വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എഴുതുന്ന എക്സാംസ് ഇല്ലേ, ആ എക്സാംസിൻ്റെ രീതിയിലാണ് മിസ് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പാരഗ്രാഫ് ഉണ്ട്, ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് വിചാരിക്കുക. നോക്കിയേ, വാട്ട് എമംഗ് ദ ഫോളോയിങ് ആർ യുണീക്ക് അബൌട്ട് ദ സ്മോളസ്റ്റ് ഓഫ് ദ ഏപ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് താഴെ കണ്ടോ ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. എന്താ? ലാർജ് ഫാമിലി ഗ്രൂപ്പ്സ്, ലൗഡ് ആൻഡ് മെലഡിയസ് കോൾസ്, വൺ മെയ്ഡ് ഫോർ ലൈഫ്, ലിവ്സ് ഓൺ ട്രീസ്. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയി ടിക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക? അയ്യോ, ഇതും ശരിയാണല്ലോ അല്ലേ, അപ്പൊ ഇത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താഴെ കണ്ടോ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. ഇതിൻ്റെ അകത്തു നിന്നുള്ള കറക്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ നോക്കിയിടാ, A, B and C കണ്ടോ, A, B and C ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതല്ല B and C ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടിക്ക് ചെയ്യണം. അല്ലെങ്കിൽ B and D ആണെങ്കിൽ അടുത്ത ടിക്ക് ചെയ്യണം. B, C and D ആണെങ്കിൽ അടുത്ത ടിക്ക് ചെയ്യണം. സോ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ആൻസർ ഏതാ വരിക? ഇതിലേതെങ്കിലും ഒന്നാണ് വരിക, ഇതല്ല വരിക, ഇതിലൊന്നാണ് വരിക കേട്ടോ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. 1 or 2 ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഈ മോഡൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പം നിങ്ങൾ ആ സമയത്ത് കണ്ടിട്ട് അയ്യോ ഇതെന്താണെന്ന് വിചാരിക്കരുത്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഒന്ന് നോക്കി വെച്ചോണേ. ഇനി അടുത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പാർട്ട് A അല്ലെങ്കിൽ പാർട്ട് B ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഡിസ്കോഴ്സസ്. എന്താ ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക, നോട്ടീസ് എഴുതുക, ലെറ്റർ എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. സോ 4 മാർക്കിനാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരിക. എത്രയാണ്? 4 മാർക്കിനാണ് കേട്ടോ. അപ്പം മിസ് പറഞ്ഞുതരാം. ഈ 12 എന്നുള്ള ഒരു സെറ്റും 4 മിക്കവാറും ഒരു പ്രൊഫൈലായിരിക്കും കേട്ടോ. 4 മാർക്ക് ഉറപ്പായിട്ട് എന്താണ്, ഒരു പ്രൊഫൈൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. 4 മാർക്കിന് ഒരു പ്രൊഫൈൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി പാർട്ട് എയും പാർട്ട് ബിയും. എന്താണ് ഈ പാർട്ട് എയും പാർട്ട് ബിയും? അത് മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 17 അല്ലെങ്കിൽ ഒരു 16 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം. 16 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്പറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നമ്പറിൽ എന്താണ്, A എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, B എന്ന് പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. A എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, B എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവും. A ചിലപ്പോൾ ഉണ്ടാവുക ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിരിക്കും. A എന്താണ്, അതായത് 16 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ Aയിലുള്ളത് ഒരു ക്യാരക്ടർ സ്കെച്ചും B എന്നുള്ളത് മേ ബി ഒരു ലെറ്ററും ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ, നിങ്ങൾക്ക് A എഴുതണം, ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് നിങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 16A എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ എഴുതാനാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ 16B എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണോ അതിൻ്റെ അകത്തുനിന്ന് ഈ A and Bയിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് വരിക കേട്ടോ. A and B, അതായത് A or B എന്നുള്ളതാണ് വരിക. ആ A or B എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നെങ്കിൽ A എഴുതണം അല്ലെങ്കിൽ B എഴുതണം. കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇപ്പം ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 4 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 1 വിടാം, അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. 16, 17, 18, 19 ഈ 4 ക്വസ്റ്റ്യൻസിൽ 4 എണ്ണം എഴുതണം. പക്ഷെ അതിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതിലെന്താണ് 16A-Bയിൽ ഒന്നെങ്കിൽ A എഴുതാം അല്ലെങ്കിൽ B എഴുതാം. 17A-Bയിൽ A വേണമെങ്കിൽ A എഴുതാം, B വേണമെങ്കിൽ B എഴുതാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. സോ ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് കോൺവെർസേഷൻ ആണ്. ഒന്നൊരു കോൺവെർസേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ലോങ് വാക്ക് വിത്ത് ഗ്രാനീൻ്റെ അകത്ത് നിന്ന് ചിലപ്പോൾ ഗ്രാനിയും ആ ഒരു മോൻ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫിൻ്റെ അകത്ത് നിന്ന് എന്താണ് ആ നമ്മുടെ കെമിസ്റ്റ് അല്ലെ, കെമിസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ നെറേറ്റർ ജെറോം തമ്മിലൊരു കോൺവെർസേഷൻ ആയിരിക്കാം. ഇങ്ങനെ ഒരു കോൺവെർസേഷന് സാധ്യതയുണ്ട്. ഓൾട്ടർനേറ്റീവ് എൻഡിങ്. ഇവിടെ ഓൾട്ടർനേറ്റീവ് എൻഡിങ് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് എൻഡിങ് എന്ന് പറഞ്ഞാൽ എൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവസാനല്ലേ. അപ്പൊ നമ്മുടെ കഥയൊക്കെ അല്ലേ ഒരു ഏകദേശം ഇപ്പൊ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫിൽ എങ്ങനെയാണ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ, ആ ഒരു മരുന്ന് കുറിപ്പടി വായിച്ചു നോക്കിയിട്ടാണ് അയാൾ മനസ്സിലാക്കുന്നത് അല്ലെ, ഇതൊരു ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ അതിന് അങ്ങനെ ഒരു എൻഡിങ് അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ വേറൊരു എൻഡിങ് എഴുതാം. ഓക്കെ, അതായത് ആ ഒരു കഥയുടെ അവസാന ഭാഗം നിങ്ങൾക്ക് വേറെ രീതിയിൽ മാറ്റി എഴുതാം. അതാണ് ചിന്തിച്ചെഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഓൾട്ടർനേറ്റീവ് എൻഡിങ് എന്ന് പറയുന്നത് കേട്ടോ. സോ അതും നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചോ. നെക്സ്റ്റ് ഡയറി എൻട്രി. ഡയറി എൻട്രി നിങ്ങൾക്ക് അറിയാലോ എന്താ ഡയറി എൻട്രി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ഡയറി എൻട്രി ഇടാൻ ചിലപ്പോൾ ചോദിക്കാം. ഇതൊക്കെ ഓപ്ഷൻസ് ആണ് കേട്ടോ, ഉറപ്പില്ല എന്നാലും ചോദിക്കാം. പിന്നെ മക്കളെ ഇവന്റ് ഇൻവിറ്റേഷൻ. ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നോട്ടീസ് തന്നെയാണ് കേട്ടോ, നോട്ടീസ് തന്നെയാണ്. അതായത് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക, ആ പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം, ഒരു പരിപാടി എന്നുള്ളതാണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷണിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ അത് അല്ലെങ്കിൽ നോട്ടീസ്, അതിനൊരു ചാൻസ് ഉണ്ട്. പാരഗ്രാഫ്, ഒന്നെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ, അല്ലെങ്കിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ പിക്ചർ നോക്കിയിട്ട് ആ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒരു പിക്ചർ ഉണ്ടാവും, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഏതെങ്കിലും ഒരു പിക്ചർ ആയിരിക്കും തരുന്നുണ്ടാവുക. ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. പിന്നെ ഒന്നൊരു ഷോർട്ട് സ്റ്റോറി, അതുപോലെ തന്നെ പ്രൊഫൈൽ കൺഫേം ആണ്, 4 മാർക്കിന് ഒരു പ്രൊഫൈലും ഉണ്ടാവും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എത്രയാണ്, 4 മാർക്കിനാണ് ചോദിക്കുക. ഇനി അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ടേബിൾ തരുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ഉണ്ടാവും, ഒരു ടേബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രാം ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു ബാർ ഗ്രാഫ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നുണ്ടാവും. എന്നിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ താഴെ ഇതേപോലെ തന്നെ 2, 3, 4 2, 3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു ഡേറ്റ, ഒരു ടേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിത്രമായിരിക്കാം, ഒരു നോട്ടീസ് ആയിരിക്കാം, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 4, 5 ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് എത്ര മാർക്കാണ്, 3 മാർക്കിനാണ് വരുന്നത് കേട്ടോ. 3 മാർക്കിനാണ് ചോദിക്കുക. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിളായിട്ട് മേ ബി നിങ്ങൾ 1 വേർഡിൽ എഴുതാൻ പറ്റുന്നതോ അല്ലെങ്കിൽ 1 സെന്റൻസിൽ എഴുതാൻ പറ്റുന്നതോ ആയിട്ടുള്ള ക്വസ്റ്റ്യനും, പിന്നെ MCQ മിസ് നേരത്തെ പറഞ്ഞ പോലെ ABCD ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കേട്ടോ. PSC മോഡലിൽ ചിലപ്പോൾ ഇവിടെ ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ABCD തരും, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതും ശരിയാണെന്നുള്ള പോലെ 1, 2, 3 എന്ന് പറഞ്ഞാൽ വേറെ താഴാൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും എവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് മക്കളെ ഗ്രാമർ ആണ്. ഇവിടെ നിങ്ങൾ 20 മാർക്സ് ഒന്നും കണ്ട് ഞെട്ടണ്ട, പേടിക്കണ്ട. നിങ്ങൾക്ക് 8 മാർക്കിനൊക്കെയാണ് നിങ്ങൾക്ക് ഗ്രാമർ ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 8 മാർക്കിനാണ്, ആകെ 40 മാർക്കുള്ള എക്സാമിൽ 8 മാർക്കിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഗ്രാമർ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാ മിസ് പറഞ്ഞത് ലാസ്റ്റിലേക്ക് പഠിക്കരുതേ കുട്ടികളെ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിടാ, എഡിറ്റിംഗ് ചോദിക്കും കേട്ടോ മക്കളെ, എഡിറ്റിംഗ് ചോദിക്കും. എഡിറ്റിങ്ങിൻ്റെ അകത്ത് മേ ബി ക്യാപിറ്റൽ ചേർത്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുത്തോ കോമ ഇടാനോ, അല്ലെങ്കിൽ ചിലപ്പം ഷീ ഹി ആയിട്ട്, അതായത് ഒരു ആണിൻ്റെ പേര് കൊടുത്തിട്ട് അത് ഷീ എന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ അത് മാറ്റി നിങ്ങൾ ഹി ആക്കാനോ, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് ഇന്ന്, ഓണ്, അറ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പ്രിപ്പോസിഷൻസ് മാറ്റാൻ, ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും എഡിറ്റിങ്ങിന് വരിക. അതിന് 2 ഡാഷ്, ഓക്കെ 2 into half, അങ്ങനെ എന്താണ് 2 into half അല്ലേ, യെസ്. അപ്പം 4 മാർക്സ് അല്ല കേട്ടോ. ഓക്കെ, ഇത് മാർക്കിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. എന്തായാലും എഡിറ്റിംഗ് ഉണ്ടാവും, എഡിറ്റിംഗ് ഉണ്ടാവും. 2 മാർക്കിനാണ് എഡിറ്റിംഗ് ചോദിക്കുക. 2 മാർക്കിനാണ് നിങ്ങൾക്ക് അവിടെ എഡിറ്റിംഗ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. 4 into half ആണ് കേട്ടോ. 4 into 4 ഡാഷ് ഉണ്ടാവും. 4 ഡാഷിന് 1/2 മാർക്ക് വീതം 2 മാർക്കിനാണ് നിങ്ങൾക്ക് എഡിറ്റിംഗ് ചോദിക്കുക. അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്സ് ചോദിക്കുന്നുണ്ട്. ഫ്രേസൽ വെർബ്സ് മക്കളെ 3 മാർക്കിനാണ് കേട്ടോ. ഫ്രേസൽ വെർബ്സ് 3 മാർക്കിനാണ്. എന്താണ് ഈ ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ, ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പം പുട്ട് ഇൻ,
അല്ലെങ്കിൽ കം അക്രോസ് എന്നൊക്കെ രീതിയിലുള്ള എന്തെങ്കിലും 2-3 ഫ്രേസൽ വേർബ്സും കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രേസൽ വേർബ്സ് നിങ്ങൾ കുറച്ച് ഫ്രേസൽ വേർബ്സ് മിസ് പറഞ്ഞു തരുന്നുണ്ട്, ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. ആ ഫ്രേസൽ വേർബ്സ് നിങ്ങൾ കാണാപ്പാടം പഠിച്ചു പോവുക. പിന്നെ എക്സ്ട്രാ വേറെ എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ പഠിച്ചു വെച്ചേക്കാം. എന്നാൽ നിങ്ങൾക്ക് എന്താണ് അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഏത് ഫ്രേസൽ വേർബ് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ വേണ്ടി കഴിയും കേട്ടോ. അങ്ങനെ ഒരു 3 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 3 മാർക്കാണ് നിങ്ങൾക്ക് ആ ഫ്രേസൽ വേർബിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. അടുത്തത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ കംപ്ലീഷൻ. 3 മാർക്കിന് ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ, അതായത് രണ്ടുപേരും നമ്മളൊരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടില്ല, അതിനകത്ത് കുറച്ച് ഡാഷുകൾ ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. സോ ഒന്നൊരു സെന്റൻസ് കംപ്ലീഷൻ ആയിരിക്കും. സെന്റൻസ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഡാഷ് കാണും. അപ്പം നിങ്ങൾ അവിടെ സ്വന്തമായിട്ടൊരു സെന്റൻസ് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ടാവും. അപ്പോൾ ആ ഇഫ് എന്ന് പറഞ്ഞ ഡാഷിൽ എന്ത് എഴുതണം, അപ്പോൾ അതിനാണ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞത് കേട്ടോ. അത് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ എന്ന് പറയുമ്പോൾ ഒരു സജഷൻ ആണ്. അതായത് യു ഹാഡ് ബെറ്റർ അല്ലെ, യു ഹാഡ് ബെറ്റർ. അപ്പോൾ നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഷീ ഹാഡ് ബെറ്റർ, അവൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. സോ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ. അതും നിങ്ങൾക്ക് എവിടെ വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയുമാണ് ഗ്രാമർ പാർട്ട് എന്ന് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചില്ല എന്നാണെങ്കിൽ, എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ ഇത് കാണുന്നുണ്ടാവുക, നിങ്ങൾ ആകെ കിളി പാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ആദ്യം വന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ എഡ്യൂപോർട്ടിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ഓണം സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കൂടുതൽ വേണമെന്നുള്ള അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് മിസ് വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.